ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പാറൂസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തിക്ക് ഗ്രേവിയുമുള്ള ഒരു ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. അതൊരു കുക്കറിലേക്ക് ഇടുകയാണ്. അതിൻ്റെ കൂടെ ഒരു ചെറിയ ബൗൾ നിറച്ച് കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കുക്കറിൽ അടച്ച് വെച്ച് വേവിക്കുക. ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ ബൗളിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എടുത്ത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ കറി വയ്ക്കാനായിട്ടൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഇടുക. തേങ്ങ നന്നായി മൂത്ത് വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇടുക. ഞാനിവിടെ 2ാമത്തെ തവണയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലയും തക്കാളിയും ഇട്ട് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലയും ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അടച്ച് വെച്ച് ചെറിയ തീയിലിട്ട് വറ്റിച്ച് എടുക്കുക. ബീഫ് ചാറൊക്കെ വറ്റി ഒന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് നല്ല ചാറൊക്കെ വറ്റി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പെറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ബീഫ് കറിയാണിത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം രമ്യ, പാറൂസ് കിച്ചൺ.